പറഞ്ഞത്? ബാലേട്ടൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞോളാം. ഇപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ക്ലിപ്പ് കേട്ടോളൂ. ആരോപണം പറയാൻ വേണ്ടി അവരുടെ ക്ലിപ്പ് ഒന്ന്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായി? ബാലേട്ടൻ മുസ്ലിം, അത് വെച്ചാണ് കാഫിർ. ഇതെല്ലാ സക്കാഫിയുടെ മുകളിലുണ്ട് ഈ ക്ലിപ്പ്. ഇതേതോ ഒരാൾ ഏതോ മൂലത്തിന് മുറിച്ചിട്ട് ഈ സാധനം അപ്പുറത്തെ ഇപ്പൊ തന്നെ കേട്ടിട്ടില്ല. ഞങ്ങളിവിടെ ക്ലിപ്പിൽ ഞങ്ങളുടെ കഷ്ടമായിട്ടത് അല്ലല്ലോ. മാന്യയുടെ ഒരു ആശയം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഞങ്ങളുടെ ക്ലിപ്പില് ഒരാശയമല്ല, ഒരു വാക്കാണോ, അല്ല അക്ഷരമല്ല, അക്ഷരത്തിലല്ല ഞങ്ങളുടെ മറുപടി, ആശയത്തിലാണ് ഞങ്ങൾ. ഞങ്ങളുടെ ആശയമുണ്ട്, അതുകൊണ്ട് ആശയത്തിന് മറുപടി പറയാം. നിങ്ങളിൽ ആശയം അതുകൊണ്ട് അക്ഷരത നിങ്ങൾ പിടിച്ചിട്ടാണ് കളിക്കല്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ബാലുശ്ശേരിയോട് പറയുന്നത് അത് കേട്ടോളൂ. അപ്പൊ ഈ വാചകം എന്താന്ന് പറഞ്ഞു, ഈ ആശയം എന്താന്ന് കേട്ടോളൂ. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ വസഖാനീ വജഅലനീ മിനൽ മുസ്ലിമീൻ. വുദു എടുക്കുമ്പോ ബിസ്മില്ലാ, വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാ, എന്തൊക്കെ പ്രാർത്ഥനകൾ. അവ വിഷ്ണു കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുന്ന ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോ മൊയ്തീൻ ശൈഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അയാളുടെ നിയ്യത്ത്, അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊയ്തീൻ ശൈഖിനാണെങ്കിൽ അത് മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മയ്ക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോറ്റാനിക്കര അമ്മയ്ക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോറ്റാനിക്കര അമ്മയ്ക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദങ്ങൾ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിന്ന് മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്നാണെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ ഇന്നധികം മനസ്സിലാക്കുന്നത് കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമേ. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അല്ലാഹു നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊയ്തീൻ ശൈഖ് കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. കണ്ടോ? ഈ നിലക്ക് വിശദമായി പറയുന്ന ഒരു ഭാഗത്തുനിന്ന് ഇടയ്ക്കുന്ന മൂപ്പർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയൊരു കഷ്ടം, ഒരു മുറി. റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് മുസ്ലിം ആവുക, പടപ്പുകളോട് പ്രാർത്ഥിക്കുമ്പോഴാണ് കാഫിറാവുക. അത് പേര് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കാര്യമില്ല. പടച്ചവരോട് പ്രാർത്ഥിക്കണം, അപ്പോഴാണ് മുസ്ലിം ആവുക. അള്ളല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമല്ല, ദീനല്ല എന്ന് പറയുന്ന വാക്കിന് ഇടക്കുന്ന കുറിച്ചുകൊണ്ടോ പലേട്ടൻ മുസ്ലിം മറ്റവൻ കാഫിർ എന്നിങ്ങനെ പറഞ്ഞു. ഒരു ക്ലിപ്പ് എന്താ സംഭവം കേട്ടോളൂ. ഇവരിടുന്ന ഭാഗം കേട്ടു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കണ്ടോ? പിന്നെ സ്വതസിദ്ധമായ മുസ്ലിയാരുടെ ശൈലി. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത ഏതെങ്കിലും മേഖല ഉണ്ടോ? എന്നിട്ട് പിന്നെ അടിപ്പാവാട ധരിക്കാത്ത സ്ത്രീകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച മേഖല കേട്ടോ എന്ന് മുസ്ലിയാർ പിന്നെ ആ മസാല വള്ളി നടന്ന മസാല, ആ മസാല ഇങ്ങോട്ട് വേണ്ട കേട്ടോ. ഇനി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യഥാർത്ഥ രൂപം എന്താ? നമുക്കൊന്ന് കേൾക്കാലോ. നമുക്ക് കേൾക്കുന്ന ക്ഷാമൊന്നുമില്ല, നമുക്കും ബുദ്ധിയൊക്കെ പഠിച്ചതല്ലോ, മുസ്ലിയാർക്ക് മാത്രമല്ലല്ലോ. അതെന്താണ് കേട്ടോളൂ. ആ ഭാഗം എന്താ? ഈ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഭാഗം എന്താ കേട്ടോളൂ. ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ? ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? CM മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കെട്ടിവെച്ച December 6 ഉണ്ടല്ലോ, 1992 December 6, ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടി പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ?
ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങളുടെ പെണ്ണുങ്ങളെ പാവാട ധരിക്കാൻ മറക്കുകയായിരുന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിന് പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ. എനിക്കറിയാം, ഞാന് പിന്നെ അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേക്കി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് വന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താണെന്നറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്കെന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ വാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞോളൂ മാത്രം. മാവിന്റെ മുകളിൽ എന്റെ വാപ്പ ഓടിച്ചിട്ട് കയറ്റി. അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഓനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ചാണ് മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ക്രിസ്ത്യൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്തൊരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്തൊരു മേഖലയും കേരളത്തിലില്ല. അതുകൊണ്ട് വളരെ ഗൗരവം പറയാം. ഇത്രയും കണ്ടോ എവിടുന്നാ മുറിക്കല്, ക്ലിപ്പ് മുറിക്കല് കണ്ടോ? അപ്പൊ ഇതാണ് സംഭവം. എന്നിട്ട് മുസ്ലിം വല്ല